എൻ്റെ പ്രിയപ്പെട്ട സഹോദര സുഹൃത്ത്, ഇന്നലകളിൽ യൂത്ത് ലീഗിന് ഉജ്ജ്വലമായ നേതൃത്വം നൽകിയ ശ്രീ പി കെ ഫിറോസ് അവറുകൾ, പ്രിയങ്കനായ ശ്രീ യു എ ലത്തീഫ് MLA, ശ്രീ നാസർ ഫൈസി കൂടത്തായി, അൽ മുഹമ്മദ് അമീൻ, അബ്ദുൽ സാഹിബ്, അതുപോലെ ഈ മാർച്ചിന് നേതൃത്വം നൽകുന്ന ഇതിൻ്റെ ജാഥ നയിക്കുന്ന ഏറ്റവും ഉജ്ജ്വലമായ ഈ ജാഥ ക്യാപ്റ്റൻ പ്രിയങ്കനായ ശ്രീ ഷെരീഫ് കുട്ടൂർ, ശ്രീ മുസ്തഫ ലത്തീഫ്, ശ്രീ ബാവ സപ്പടി, അല്ലെങ്കിൽ എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ രോഹിത്ത് അടക്കം വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ നേതാക്കന്മാരെ, വിശിഷ്ടാതിഥികളെ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമ്മൾ സമയം ഒരുപാട് വൈകി. വേദിയിൽ വാഗ്മികളും പ്രഭാഷകരുമായിട്ടുള്ള നിരവധി നേതാക്കന്മാരുടെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതിദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. ഞാൻ ഫിറോസിൻ്റെ പ്രസംഗം കൂടി കേൾക്കാൻ കഴിയുമെങ്കിൽ കേൾക്കണമെന്ന് ആഗ്രഹിച്ച് വന്നയാളാണ്. അപ്പോൾ അതുകൂടി നമുക്ക് കേൾക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും കാലത്തിൻ്റെ വിളി കേട്ട പോലെയാണ് യൂത്ത് ലീഗിൻ്റെ ഇപ്പോഴത്തെ ഈ യുവജന മാർച്ച് എന്ന് ഞാൻ പറയും. രാജ്യമെമ്പാടും വലിയ അസ്വസ്ഥതയും അതുപോലെ തന്നെ അരക്ഷിതാവസ്ഥയും പടരുന്ന ഈ കാലഘട്ടത്തിൽ ജനാധിപത്യ മതേതര ഭാരതത്തെ നമ്മൾ ഉറപ്പിച്ചു തന്നെ നിർത്തും എന്നുള്ള ഒരു പ്രതിജ്ഞയാണ് ഈ മാർച്ചിലൂടെ നമ്മൾ നൽകുന്ന സന്ദേശം. വിദ്വേഷത്തിനെതിരെ, ദുർഭരണത്തിനെതിരെ എന്നതാണ് നമ്മുടെ ഈ ജാഥയുടെ മുദ്രാവാക്യം. തീർച്ചയായിട്ടും ഏറ്റവും കാലിക പ്രസക്തമായ മുദ്രാവാക്യമാണ്. ഇന്ന് രാജ്യത്ത്, സംസ്ഥാനത്തും രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന പ്രത്യയശാസ്ത്രം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് വിദ്വേഷത്തിൻ്റെ പ്രത്യയശാസ്ത്രമാണ്. അതിനെതിരെ കൂടിയാണ് നമ്മുടെ പോരാട്ടം. എന്നെയും നിങ്ങളെയും അഭിമാനികളാക്കുന്ന, എൻ്റെയും നിങ്ങളുടെയും ആത്യന്തികമായ ഈ ലോകത്തിന് മുമ്പിലുള്ള ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഞാനും നിങ്ങളും ഇന്ത്യക്കാരാണ് എന്നതാണ്. സ്വതന്ത്രയാകുന്നതിന് മുമ്പേ, പിറന്നു വീഴുന്നതിന് മുമ്പേ ലോകം ആകാംക്ഷയോടെ, ലോകം അങ്ങേയറ്റം ആവേശത്തോടെ നോക്കിക്കണ്ടു നിന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്നത്. അവരുടെ കണക്കൂട്ടലുകൾ തെറ്റിയില്ല. ഒരുപക്ഷെ ലോകത്തടയാളപ്പെടുത്തിയിട്ടുള്ള എല്ലാ യുദ്ധങ്ങളിലും പോരാട്ടങ്ങളിലും രക്തച്ചൊരിച്ചിലുകളും കബന്ധങ്ങളാൽ ഉഴുതുമറിക്കപ്പെട്ട യുദ്ധക്കളങ്ങളുമാണ് കണ്ടതെങ്കിൽ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ധീരദേശാഭിമാനികളെ നമ്മൾക്ക് ബലിക്കല്ലിൽ നൽകേണ്ടി വന്നെങ്കിലും ലോകം അത്ഭുതത്തോടുകൂടി കണ്ട സത്യത്തെയും സത്യാഗ്രഹത്തെയും ആയുധമാക്കി ഇന്നുവരെ ലോക ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലൂടെയാണ് ഇന്ത്യ എന്ന രാജ്യം പിറവിയെടുത്തത്. അന്ന് നമ്മൾ രണ്ട് ശക്തികളെയാണ് ഒന്നുപോലെ നേരിട്ടത്. സാമ്രാജ്യത്വ ശക്തിയായ ബ്രിട്ടീഷുകാർക്കെതിരെയും അറ്റ് ദ വെരി സെയിം ടൈം ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്ത് വളരെ പ്രയാസപ്പെട്ട് നമ്മൾ പോരാടിയത് ഈ രാജ്യത്തെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. അന്നത്തെ നിലയിൽ സ്വാതന്ത്ര്യ സമരം വിജയിച്ചാൽ ഇന്ത്യ മതേതര രാഷ്ട്രമാകുമെന്ന് തിരിച്ചറിഞ്ഞ് ബ്രിട്ടീഷുകാരോടൊപ്പം ആ സ്വാതന്ത്ര്യ സമരത്തെ ദുർബലപ്പെടുത്താൻ നിന്ന മറ്റൊരു വർഗീയ ഫാസിസ്റ്റ് ശക്തിയായിരുന്നു ഇന്നത്തെ സംഘപരിവാറിൻ്റെയും BJPയുടെയും പിന്തുണക്കാരായിരുന്നവർ. ഹിന്ദു മഹാസഭ എന്ന പേരിലും പല പേരുകളിലും അന്ന് അവരുടെ ഇന്ന് വാഴ്ത്തിപ്പാടുന്ന നേതാക്കന്മാരെല്ലാം ചേർന്ന് നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ പിന്നോട്ട് വലിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ അതിദീർഘകാലം ഇന്ത്യ ഭരിച്ച ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി, വിഭജിച്ച് ഭരിക്കുക, ഇന്ത്യൻ ജനതയെ വിഭജിച്ച് ഭരിക്കുക എന്ന ആ മന്ത്രത്തിനും തന്ത്രത്തിനും ഊടും പാവും നെയ്തുകൊണ്ട് അതിനെല്ലാ ഊർജവും പകർന്നുകൊണ്ടാണ് ആ കാലത്ത്
എപ്പോഴൊക്കെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ശക്തി ആർജിച്ച് വലിയൊരു തലത്തിലേക്ക് ഉയർന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഈ രാജ്യത്തിൻ്റെ ഏതെങ്കിലും കോണിൽ വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ ഇതേ ശക്തികളായിരുന്നു. ആ രണ്ട് ശക്തികളെയും ഒന്നുപോലെ പോരാടിയാണ് ഇന്ത്യ സ്വതന്ത്രയായത്. നമ്മുടെ സംസ്കാരം അതാണ്. ഒരുപക്ഷെ സ്വാതന്ത്ര്യ സമരം തുടങ്ങുന്നതിന് എത്രയോ മുമ്പ്, ഏജസ് ബിഫോർ, ഇന്ത്യ ഹാസ് ഡെമോൺസ്ട്രേറ്റഡ് സച്ച് എ വിൽ. ഇന്ത്യ രാജ്യം അങ്ങനെ ഒരു സംസ്കാരം ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ലോകത്ത് വിവിധങ്ങളായ സംസ്കാരങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ, അതിനുശേഷം വരുന്ന ഇൻഡസ് വാലി സിവിലൈസേഷനാണ് ഇന്ത്യൻ സംസ്കാരത്തെ അടയാളപ്പെടുത്തിയത്. ആ കാലഘട്ടത്തിൽ അതിസമ്പന്നമായ ഒരു സംസ്കാരമായിരുന്നു നമ്മുടെ, അതിസമ്പന്നമായൊരു നാടായിരുന്നു ഇന്ത്യ. ഇന്ത്യയെ കീഴടക്കാൻ വേണ്ടിയല്ല പായക്കപ്പലിൻ്റെ കോമ്പസ് ഇന്ത്യൻ ഭൂഖണ്ഡത്തിന് നേരെ വാസ്കോഡ ഗാമ തിരിച്ചു വെച്ചത്. ലോകത്തെ ഏറ്റവും സമ്പന്നമായ ഒരു ഭൂഖണ്ഡത്തിൽ പോയി വ്യാപാരം ചെയ്ത് പണം സമ്പാദിക്കുന്ന രീതിയും മാർഗവും അന്നത്തെ കടൽ മാർഗവും കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് പായക്കപ്പലിൻ്റെ സൂചി ഇന്ത്യ ഭൂഖണ്ഡത്തിലേക്ക് തിരിച്ചു വെച്ചത്. ലോകത്തിന് ആദ്യമായി സുഗന്ധവ്യഞ്ജനങ്ങൾ നൽകിയ മണ്ണാണ് ഭാരതത്തിൻ്റെ മണ്ണ്. ലോകത്തിനാദ്യമായി സ്വർണവും വജ്രവും നൽകിയ മണ്ണാണ് ഭാരതത്തിൻ്റെ മണ്ണ്. ലോകത്തിനാദ്യമായി വിദ്യ വിളമ്പിയ മണ്ണാണ് ഭാരതത്തിൻ്റെ മണ്ണ്. ലോകത്തിന് ഏറ്റവും വലിയ സംസ്കാരം കാഴ്ചവെച്ച മണ്ണാണ് ഭാരതത്തിൻ്റെ മണ്ണ്. നമ്മൾ പാഠപുസ്തകങ്ങളിൽ പഠിച്ചിട്ടില്ലേ, ആ കാലഘട്ടത്തിൽ ഇന്ത്യ രാജ്യത്തേക്ക് 10,000-കണക്കിന് വിദ്യാർത്ഥികൾ വരുമായിരുന്നു വിദ്യ അഭ്യസിക്കാനായി. ലോകത്തിന് വിദ്യ വിളമ്പിയ മണ്ണാണ് ഭാരതത്തിൻ്റെ മണ്ണ്. അങ്ങനെ ഉന്നതമായ ഒരു സംസ്കാരത്തിൽ അതിസമ്പന്നമായിരുന്ന ഒരു രാഷ്ട്രം ആ കാലഘട്ടത്തിൽ കാണിച്ചിരുന്ന ആ ഒരു സാംസ്കാരിക ബോധം, അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ കാണിച്ചിരുന്ന അന്നത്തെ ചേതന എന്ന് പറയുന്നത് നിങ്ങൾ അറിയണം. ഒരുപക്ഷെ ഒരുപാട് രാജ്യങ്ങൾ ഇന്ന് വലിയ വലിയ മതങ്ങളുടെയും അല്ലെങ്കിൽ മതപ്രഭാഷണങ്ങളുടെയും മതത്തിൻ്റെ ഒറിജിൻസിൻ്റെയും ഒക്കെ നേരവകാശം അവകാശപ്പെടുമ്പോഴും ഒരു കാര്യം നിങ്ങൾ അറിയണം, ലോകത്ത് ഏറ്റവും കൂടുതൽ മതങ്ങൾക്ക് ജന്മം നൽകിയ മണ്ണ് അത് യൂറോപ്പിൻ്റെ മണ്ണല്ല, അത് അമേരിക്കയുടെ മണ്ണല്ല, അത് ആഫ്രിക്കയുടെ മണ്ണല്ല. അഭിമാനത്തോടു കൂടി നമ്മൾക്ക് പറയാൻ കഴിയണം, ലോകത്ത് ചെറുതും വലുതുമായ ഏറ്റവും കൂടുതൽ മതങ്ങൾക്ക് ജന്മം നൽകിയ മണ്ണാണ് ഭാരതത്തിൻ്റെ മണ്ണ്. ഭാരതത്തിൻ്റെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ ഈ രാജ്യത്ത് ചക്രവർത്തിയായിരുന്ന അശോകൻ രാജകൊട്ടാരം വിട്ടിറങ്ങി ഈ രാജ്യത്തോട് ഒരു പുതിയ മതപ്രബോധനമാണ് നടത്തിയത്. യുദ്ധം അവസാനിപ്പിച്ച് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഭാഗമായി ദിനിലാഹി എന്ന പേരിൽ പുതിയൊരു മതസിദ്ധാന്തം അദ്ദേഹം മുന്നോട്ട് വെച്ചു. മറ്റൊരു യുവരാജാവായിരുന്ന കപിലവസ്തുവിൻ്റെ പുത്രൻ സിദ്ധാർത്ഥൻ എന്ന ഗൗതമ ബുദ്ധൻ രാജകൊട്ടാരം ഉപേക്ഷിച്ച് ബോധിവൃക്ഷത്തണലിൽ തപസ് ചെയ്തുകൊണ്ട് ലോകത്തിന് പുതിയ സിദ്ധൌഷധം പ്രദാനം ചെയ്തത് ബുദ്ധമതത്തിൻ്റെ പേരിലാണ്. വർദ്ധമാന മഹാവീരൻ്റെ ജൈനമതം, അങ്ങനെ എത്രയോ മതങ്ങൾ, എണ്ണിയാൽ ഒടുങ്ങാത്ത മതങ്ങൾ, ആദിവാസ ഗോത്രങ്ങളിലും എന്നുവേണ്ട എല്ലാ ജാതി മത ചിന്തകളിലും പുതിയ പുതിയ മതങ്ങളും മതസിദ്ധാന്തങ്ങളും ഇന്ത്യ രാജ്യത്ത് പിറവികൊണ്ടു. അതുമാത്രമാണോ, വൈദേശിക മതങ്ങളെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച പാരമ്പര്യമാണ് നമ്മുടേത്. പ്രവാചക തിരുമേനി മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കോടാനുകോടി ഇസ്ലാം മതവിശ്വാസികൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പ്രവാചകന്റെ വാക്കുകൾക്ക് വിളഭൂമിയായ മണ്ണാണ് ഭാരതത്തിൻ്റെ മണ്ണ്. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന ക്രൈസ്തവ സുവിശേഷത്തിന് വിളഭൂമിയായ മണ്ണാണ് ഭാരതത്തിൻ്റെ മണ്ണ്. എന്തിനേയും കൈനീട്ടി സ്വീകരിച്ച പാരമ്പര്യമാണ് നമ്മുടേത്. അങ്ങനെയാണ് ഒരുപാട് മതങ്ങൾക്ക് ഭാരതം വിളഭൂമിയായത്. ഞാൻ പറഞ്ഞില്ലേ, ബഹുസ്വരത എന്ന് പറയുന്നത് ചരിത്രാതീത കാലം മുതൽ ഭാരതം നെഞ്ചോട് ചേർത്ത വികാരമായിരുന്നു, സംസ്കാരമായിരുന്നു. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഈ രാജ്യം ഹിന്ദു രാഷ്ട്രമാക്കണമെന്ന് ഒരു വിഭാഗം നിന്ന് ആർഗ്യൂ ചെയ്തപ്പോഴും, ഹിന്ദു രാഷ്ട്രമാക്കാമെന്ന് സമ്മതിച്ചാൽ ഞങ്ങൾ എല്ലാവരും ഒന്നടങ്കം ഈ സമരത്തിന് പിന്നിൽ അണിനിരക്കാമെന്ന് പറഞ്ഞപ്പോഴും ഈ രാജ്യത്തിൻ്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഒരു മതത്തിൻ്റെ പേരിൽ എഴുതാൻ കഴിയില്ല എന്ന് പറഞ്ഞ് രണ്ട് വശങ്ങളിലും ദേശാഭിമാനികളെ ബലി കൊടുത്തുകൊണ്ട് ഈ രാജ്യം മുന്നോട്ട് പോയി. ലോകത്തെ അതിശയിപ്പിച്ച്, ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാഷ്ട്രത്തെ 1947 ഓഗസ്റ്റ് 15 അർദ്ധരാത്രിയിൽ നമ്മൾ പ്രസവിച്ചത്. ഒരുപാട് രാഷ്ട്രീയ മതനങ്ങൾ,
ഒരു നൂറ്റാണ്ടിലേറെ നിന്ന രാഷ്ട്രീയ മതനങ്ങൾക്കപ്പുറമാണ് ഈ രാജ്യം പിറവി കൊണ്ടത്. ഞാനും നിങ്ങളും ജനിച്ചു വളർന്ന മണ്ണ്, ഇത് മതേതരത്വത്തിൻ്റെ ലോകത്തെ പറുദീസയാണ് ഇന്ത്യ രാജ്യം. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭൂഖണ്ഡത്തിലെ ഏത് കോണിൽ നിന്ന് നിങ്ങളൊരു വിദേശിയോട് പറയുകയാണ് ഞാൻ ഇന്ത്യക്കാരനാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ കണ്ണിൽ നിങ്ങൾക്ക് അഭിമാനത്തോടു കൂടി ഒരു സന്തോഷവും റിഗാർഡും കാണാൻ കഴിയും. ഇന്ത്യക്കാരൻ എന്ന് പറയുമ്പോൾ അത് നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ടല്ല, നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിട്ടല്ല, നമ്മൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടുന്ന കായിക വിനോദത്തിന്റെ ലോകകപ്പ് ജേതാക്കളായതുകൊണ്ടല്ല, ലോകത്തെ ഏറ്റവും വലിയ മ്യൂസിഷ്യനെയും ലോകത്തെ ഏറ്റവും വലിയ സയന്റിസ്റ്റിനെയും ജനിപ്പിച്ചിട്ടല്ല. പക്ഷേ ലോകത്തിന് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മാതൃകയാണ്. ലോകത്തിന് ഇന്ത്യ എന്ന് പറയുന്നത് ആദരവാണ്. ലോകത്തിന് ഇന്ത്യ എന്ന് പറയുമ്പോൾ ബഹുമാനമാണ്. ഒരൊറ്റ കാരണമേ അതിനുള്ളൂ, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാഷ്ട്രമെന്ന നെറ്റിപ്പട്ടം കെട്ടിയിട്ടുള്ള ഒരേ ഒരു രാജ്യം അത് ഇന്ത്യയാണ്. അതാണ് എന്നെയും നിങ്ങളെയും അഭിമാനികളാക്കുന്നത്. ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ ആ പ്രത്യയശാസ്ത്രം, ഈ രാജ്യത്തിൻ്റെ ആ സംസ്കാരം, ഈ രാജ്യത്തിൻ്റെ ആ ചരിത്രവും പാരമ്പര്യവും വെല്ലുവിളിക്കപ്പെടുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപക്ഷെ ഏതാണ്ട് ഒരു നൂറ്റാണ്ട് കാലമാണ് RSSന്റെ ചരിത്രം ഇന്ത്യ രാജ്യത്തുള്ളത്. ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോൾ സംഘപരിവാറിൻ്റെ വിദ്വേഷത്തിൻ്റെ വിഭജനത്തിൻ്റെ ശക്തികൾ ഇന്ത്യ രാജ്യത്ത് അധികാരത്തിലിരിക്കുമ്പോൾ അവർ ഇന്ന് ഈ രാജ്യത്തിൻ്റെ പഴയതെല്ലാം എടുത്തു മാറ്റാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ഓരോരോ നഗരങ്ങളുടെ പേരുകൾ ഇങ്ങനെ മാറ്റപ്പെടുന്നത്. അവർ ആഗ്രഹിക്കുന്നത് നമ്മൾ എന്തിനെയാണോ പുൽകിയത്, നമ്മൾ എന്തിനെയാണോ ഈ രാജ്യത്തിൻ്റെ അഭിമാനമായി ഉയർത്തിപ്പിടിച്ചത്, അതിനെ എല്ലാം മായ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണവർ. ഇന്ത്യ എന്ന പേര് പോലും അവർക്ക് അസഹിഷ്ണുത ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ജനാധിപത്യ മതേതര ചേരിയെ ഒന്നിപ്പിച്ച് നിർത്തുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യ എന്നൊരു മുന്നണിക്ക് തന്നെ നമ്മൾ രൂപം കൊടുത്ത് മുന്നോട്ട് പോകുന്നത്. വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഒരുപാട് രാഷ്ട്രീയ അകലമുണ്ടായിരിക്കുമ്പോഴും ഒരുപാട് വ്യത്യസ്തമായ ചിന്തകൾ പേറുമ്പോഴും മാർഗങ്ങളും വഴികളും പാതകളും വ്യത്യസ്തമായിരിക്കുമ്പോഴും എല്ലാം മറന്ന് എല്ലാവരെയും ഒന്നിപ്പിച്ച് ഈ രാജ്യത്ത് മതേതര ജനാധിപത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ഈ വർഗീയതയുടെ ഈ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തിനെതിരെ അണിനിരത്താൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പരിശ്രമം നടക്കുന്നു. ആ സമയത്ത് എല്ലാവരും ഒരു ബോധത്തോടു കൂടി ഒന്നിച്ചു നിൽക്കുമ്പോൾ അതിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട്. ഞങ്ങൾ മതേതര ചേരിയിലാണെന്ന് പറയുമ്പോഴും നിർണായകമായ എല്ലാ സമയത്തും ആ മതേതര ചേരിയെ പിന്നിൽ നിന്ന് കുത്തിയിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് CPM എന്ന് പറയുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന ആ വിശാലമായ മുന്നണിയുടെ ഏകോപന സമിതിയിലേക്ക് ഒരാളെ നിർദ്ദേശിക്കാൻ ഞങ്ങളില്ല എന്ന് CPM പറയുമ്പോൾ നിങ്ങളറിയണം അവർ ആരെയാണ് ഭയപ്പെടുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ് ആ രാഷ്ട്രീയം. എല്ലാ വ്യത്യാസങ്ങളും മാറ്റി നിർത്തി ഒന്നിച്ചൊറ്റക്കെട്ടായി ഒരു വലിയ അപകടത്തിനെതിരെ, ഒരു വലിയ വർഗീയ ശക്തിക്കെതിരെ, ഈ രാജ്യത്തെ വിഴുങ്ങാൻ നിൽക്കുന്ന വർഗീയതയ്ക്കെതിരെ പോരാടാൻ തുനിയുമ്പോൾ അതിൻ്റെ ഏകോപന സമിതിയിലേക്ക് ഞങ്ങളില്ല എന്ന് പറയുന്ന CPM നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. CPM എക്കാലത്തും അങ്ങനെയാണ്. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലും അവരങ്ങനെയായിരുന്നു. അവരുടെ ചിന്ത ഒരു സമയത്തും ദേശീയധാരയോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നില്ല. CPMന്റെ പ്രത്യയശാസ്ത്രം നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മൾ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എടുത്തു പരിശോധിച്ചാൽ ഒരുപക്ഷെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ CPMന്റെ അവസാന പരീക്ഷണശാലയായി കേരളം മാറുകയാണ്. രാജ്യത്തെ എല്ലാ മുക്കിലും മൂലയിൽ നിന്നും കമ്മ്യൂണിസം എന്ന പ്രത്യയശാസ്ത്രം പടിയടച്ച് ജനം പിണ്ടം വെച്ച് കഴിഞ്ഞു. ലോകത്തിന്റെ എല്ലാ കോണിൽ നിന്നും അവർ പുറത്താക്കപ്പെട്ടു. ഒരുപക്ഷെ ഒരു സമയത്ത് ലോകത്തിന്റെ 1/3 അടക്കി ഭരിച്ചിരുന്ന പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസം എന്ന പ്രത്യയശാസ്ത്രം. ലോകത്തെ ഏറ്റവും ശക്തമായ ഒരു സാമ്രാജ്യ ശക്തിയെ സൃഷ്ടിച്ച, ലോകത്തെ വൻ ശക്തിയെ സൃഷ്ടിച്ച റഷ്യ അടക്കി ഭരിച്ചിരുന്ന പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. സ്റ്റാലിനും ലെനിനും ഒക്കെ ഉണ്ടായിരുന്ന റഷ്യ. ഇന്ന് റഷ്യയിൽ കമ്മ്യൂണിസം ഇല്ല എന്ന് മാത്രമല്ല, കമ്മ്യൂണിസം എന്ന് പറയുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ അബദ്ധമായി അവർ തിരിച്ചറിയുകയാണ്. സെന്റ് പീറ്റേഴ്സ്ബർഗിലും അതുപോലെ റഷ്യയുടെ വിവിധ നഗരങ്ങളിലും ഉണ്ടായിരുന്ന
സ്റ്റാലിന്റെയും ലെനിന്റെയും വലിയ കൂറ്റൻ കൽപ്രതിമകൾ ജനം മറിച്ചിട്ട് കൂടം കൊണ്ട് തല്ലിപ്പൊട്ടിക്കുന്ന കാഴ്ച ലോകം കാണാനിടയായി. എന്തുകൊണ്ടാണ്? കമ്മ്യൂണിസത്തിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ഭരണം അനുഭവിച്ചവരാണ് അവർ. അതുകൊണ്ടാണ് ഒരു തലമുറയെ മുഴുവൻ അടക്കി ഭരിച്ച കമ്മ്യൂണിസത്തെ പടിയടച്ച് പിണ്ടം വെച്ചു എന്ന് മാത്രമല്ല, ചരിത്രത്തിന്റെ അവശേഷിക്കുന്ന ഓർമ്മകളിൽ നിന്ന് പോലും കൂടം കൊണ്ട് തല്ലിപ്പൊട്ടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടെങ്കിൽ നിങ്ങൾ അറിയണം, കമ്മ്യൂണിസം എന്ന് പറയുന്നത് അതാണ്. ബംഗാളിൽ നിങ്ങൾ കണ്ടില്ലേ? ബംഗാളിൽ 35 വർഷക്കാലം കമ്മ്യൂണിസം ഭരിച്ചു. എന്തായിരുന്നു അവിടുത്തെ അവസ്ഥ? ഇന്ന് കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളുമായി നിങ്ങൾ ചേർത്ത് വെച്ച് വായിക്കേണ്ട ചരിത്രമാണ് ബംഗാളിൻ്റെത്. ഇന്ന് ആദ്യമായിട്ടാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 2ാം വട്ടം അധികാരത്തിൽ വന്നത്. ആ 2ാം വട്ടം അധികാരത്തിൽ വന്ന പിണറായി വിജയന്റെ മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും ധിക്കാരവും അഹങ്കാരവും നമ്മൾ നാൾക്ക് നാൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നടക്കുന്ന ഈ ബസ് യാത്രയുടെ ഭാഗമായി എന്താണ് സംഭവിക്കുന്നത്? കഴിഞ്ഞ ദിവസമാണ് അവർ എൻ്റെയും നിയോജകമണ്ഡലത്തിലൂടെ കടന്നുപോയത്. എറണാകുളം ജില്ലയിലൂടെ കടന്നു പോകുമ്പോൾ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് അകമ്പടിയായി ഒരു ഗുണ്ടാപ്പട അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുകയാണ്. അവർ കൂട്ടം കൂടി നിൽക്കുന്ന കതർധാരികളായ ആളുകളെ തേടിപ്പിടച്ച് മർദ്ദിക്കുകയാണ്. കരിങ്കൊടി കാണിച്ചിട്ടല്ല, പ്രതിഷേധിച്ചിട്ടല്ല, വെറുതെ 4 ആൾ കൂടി നിന്നാൽ അവർ കോൺഗ്രസ്സുകാരാണ് എന്ന് തോന്നിയാൽ അവരെ അങ്ങ് വന്ന് മർദ്ദിക്കുകയാണ്. ആ മർദ്ദനത്തിന്, അതിന് ആഹ്വാനം നൽകുന്ന, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന, ആ മർദ്ദിക്കുന്നവരെ സംരക്ഷിക്കുന്ന പരസ്യമായ നിലപാട് മുഖ്യമന്ത്രി സ്വീകരിക്കുകയാണ്. നമ്മൾ ഈ യൂത്ത് മാർച്ച് നടക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളെ വിനയപൂർവ്വം ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പോരാട്ടം കേരളത്തിൽ നമ്മൾ നടത്തുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയാണെന്നത് നിങ്ങൾ വിസ്മരിക്കേണ്ട. പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ബംഗാളിൽ ഇന്നലകളിൽ കണ്ട അതേ സ്വഭാവം കേരളത്തിൽ പടിപടിയായി കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. എന്തിനേറെ പറയണം, ഏത് രാഷ്ട്രീയ ചേരിയിൽ നിൽക്കുന്നവരോട് മാത്രമല്ല, തന്നോടൊപ്പം സഞ്ചരിക്കുന്നവരോട്, തന്നോടൊപ്പം നിൽക്കുന്നവരോട്, തന്റെ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നവരോട് ഭയത്തിന്റെയും വിദ്വേഷത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും ധിക്കാരത്തിന്റെയും ഭാഷയാണ് പിണറായി വിജയന്റേത്. ഇന്നത്തെ വാർത്ത നിങ്ങൾ കേട്ടോ എന്ന് എനിക്കറിയില്ല. കോട്ടയത്ത് നവകേരള സദസ്സിൽ പിണറായി വിജയൻ സംസാരിക്കുന്നതിന് മുമ്പ് അവിടെ സ്വാഗതം പറയാനായി വന്നത് കോട്ടയത്തിന്റെ MP തോമസ് ചാഴിക്കാടനാണ്. തോമസ് ചാഴിക്കാടൻ സ്വാഭാവികമായിട്ടും സംസാരിക്കുമ്പോൾ കോട്ടയത്തെ പ്രാദേശിക വിഷയങ്ങളെ പരാമർശിച്ചു. പ്രസംഗം സ്വല്പമൊന്നും നീണ്ടപ്പോ പിണറായി വിജയന് തൊട്ടടുത്തിരുന്ന റോഷി അഗസ്റ്റിനോട് അദ്ദേഹം പറഞ്ഞു, ഇനിയും അധികം നീളേണ്ടതില്ല. അദ്ദേഹം കാതിൽ വന്ന് മന്ത്രിച്ചു, ഇനി അവസാനിപ്പിക്കാൻ സമയമായി. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് കോട്ടയത്തെ സാധാരണക്കാരായ റബ്ബർ കർഷകരുടെ കാര്യം അദ്ദേഹം ഒന്ന് പരാമർശിച്ചു. റബ്ബറിന് വിലയില്ലാത്തത് കൊണ്ട് കർഷകർ പ്രയാസത്തിലാണ് എന്ന് പറഞ്ഞു. തൊട്ടു പിന്നാലെ പ്രസംഗിക്കാൻ വന്ന പിണറായി വിജയൻ ആക്ഷേപിച്ചതും പരിഹസിച്ചതും അതേ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഈ തനിക്ക് സ്വാഗതമോദിയ തോമസ് ചാഴിക്കാടനെയാണ്. തനിക്കിഷ്ടമില്ലാത്തത് എന്തു പറഞ്ഞാലും അസ്വസ്ഥമാകുന്ന മുഖ്യമന്ത്രിയെ നിയമസഭയിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നോടും അതാണ് സംഭവിച്ചത്. എനിക്ക് ആദ്യമായ ഒരു അടിയന്തര പ്രമേയത്തിൽ സംസാരിക്കാൻ അവസരം കിട്ടിയത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യത്തിലായിരുന്നു. സ്വാഭാവികമായിട്ടും കോൺഗ്രസിൽ നിന്നും എന്നെ പ്രസംഗിക്കാൻ നിയോഗിച്ചതിന്റെ ഭാഗമായി സ്വർണ്ണക്കടത്തിന്റെ കാര്യങ്ങൾ പരാമർശിച്ചു വരുമ്പോൾ സ്വർണ്ണക്കടത്തിന്റെ ഏറ്റവും സെൻട്രൽ വരുന്ന കഥാപാത്രം എന്ന് പറയുന്നത് സ്വപ്ന സുരേഷാണ്. സ്വപ്ന സുരേഷിനെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ MLA ആയി അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിന് മുമ്പ് ഏറ്റവും അവസാനമായി ഒരു സമരത്തിൽ പങ്കെടുത്തത് PSC ഉദ്യോഗാർത്ഥികൾ നടത്തിയ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഒരു ബുള്ളറ്റുമായി കടന്നുപോയപ്പോഴായിരുന്നു. ഞാൻ തിരുവനന്തപുരത്ത് ചെന്നപ്പോൾ കാണുന്ന കാഴ്ച, നമ്മുടെ ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ രാപകൽ ഇരുന്ന് പഠിച്ച് അധ്വാനിച്ച് PSC റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച PSC ഉദ്യോഗാർത്ഥികൾ അവർ റാങ്ക് ലിസ്റ്റ് നീട്ടണമെന്നാവശ്യപ്പെട്ടാണ് അവരുടെ സമരം. ഒടുവിൽ ഒരുപക്ഷെ ഏതൊരു സമരത്തിൻ്റെയും ഏറ്റവും അവസാന ഘട്ടത്തിൽ ഏറ്റവും ഡെസ്പറേറ്റ് ആയിട്ടുള്ള ഒരു പരിശ്രമം നടത്തുന്ന സമയമുണ്ട്. ആ സമയമെത്തി നിൽക്കുമ്പോഴാണ് ഞാൻ ചെല്ലുന്നത്. ഞാൻ കാണുന്ന കാഴ്ച, PSC ഉദ്യോഗാർത്ഥികളായിട്ടുള്ള ചെറുപ്പക്കാർ സെക്രട്ടേറിയറ്റിന് മുമ്പിലെ ടാർ റോഡിൽ മുട്ടുകുത്തി എഴയുകയാണ്. മുട്ടുകുത്തി നടന്നവർ സമരം ചെയ്യുകയാണ്. അത് യാചനയായിരുന്നു, മുഖ്യമന്ത്രിയോടുള്ള യാചന. ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് 2 മാസക്കാലം നീട്ടിത്തരണമെന്ന യാചന. ആ യാചന കേട്ടില്ല എന്ന് മാത്രമല്ല, അവർ പറഞ്ഞു ഒടുവിൽ അവർ സമരം വിജയിക്കില്ല എന്ന് കണ്ട് സമരം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. ഞാനടക്കമുള്ള നേതാക്കന്മാരോട് അവർ പറഞ്ഞു, ഞങ്ങൾ കഴിഞ്ഞ 14-18 ദിവസമായി ഇവിടെ സമരത്തിലാണ്.
ഞങ്ങൾക്ക് മുഖം രക്ഷിച്ച് മടങ്ങിപ്പോകാൻ ഒരവസരം ഉണ്ടാക്കിത്തരണം. ഞങ്ങൾ മന്ത്രിമാരാരെങ്കിലുമായി, മുഖ്യമന്ത്രിയുമായി സാധിച്ചില്ലെങ്കിൽ മന്ത്രിമാരാരെങ്കിലുമായി സംസാരിച്ച് ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഈ സമരം അവസാനിപ്പിക്കാനുള്ള ഒരവസരം ഉണ്ടാക്കിത്തരണമെന്ന് പറഞ്ഞു. ഞാൻ അടക്കമുള്ളവർ ചേർന്ന് ആ ഒരു സന്ദേശം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിക്കുകയും മറുപടിക്കായി കാത്തിരിക്കുകയും ചെയ്തു. എത്ര ക്രൂരനായ മുഖ്യമന്ത്രിയാണ് എന്ന് നിങ്ങൾ അറിയണം. അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അവർ ആരോട് ചോദിച്ചിട്ടാണോ സമരത്തിന് വന്നേ അവരുമായി സംസാരിച്ച് മടങ്ങിപ്പോകാം. ഞാൻ ചർച്ചയ്ക്കില്ല എന്ന് മാത്രമല്ല, എന്നോടൊപ്പമുള്ള ഒരു മന്ത്രിയോടും ചർച്ച നടത്തിയിട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവരെ മടക്കി അയച്ച ക്രൂരനായ മുഖ്യമന്ത്രിയെ അന്ന് ഞാൻ ഓർക്കുന്നു. ആ മുഖ്യമന്ത്രി അവകാശപ്പെട്ട, തങ്ങൾ പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച് തങ്ങൾക്ക് അവകാശപ്പെട്ട തൊഴിലിന് വേണ്ടി വന്ന ആ ചെറുപ്പക്കാരെ ആട്ടിപ്പായിച്ചപ്പോൾ ആ മുഖ്യമന്ത്രി ഇരിക്കുന്ന അതേ സെക്രട്ടേറിയറ്റിൽ 3 ലക്ഷം രൂപ സാലറി പാക്കേജ് മാറ്റിവെച്ച് ജോലി ചെയ്തിരുന്ന സ്വപ്ന സുരേഷിനെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്ന് ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിച്ചു. 10ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന സ്വപ്ന സുരേഷ് നിങ്ങൾ PSC ഉദ്യോഗാർത്ഥികളെ മുഴുവൻ ആട്ടിപ്പായിച്ച് പുറത്താക്കിയപ്പോൾ ഖജനാവിൽ നിന്നും 3 ലക്ഷം രൂപ സാലറി പാക്കേജ് മാറ്റിവെച്ച സ്വപ്ന സുരേഷ് അതേ സെക്രട്ടേറിയറ്റിൽ ഉപവിഷ്ടയായിരുന്നത് നിങ്ങളുടെ മകളുടെ ശുപാർശ പ്രകാരമാണ് എന്ന് പറഞ്ഞു. കാരണം എന്താ? സ്വപ്ന സുരേഷിന്റെ നിയമനം നടത്തിയത് PwC എന്ന കമ്പനിയായിരുന്നു, ബഹുരാഷ്ട്ര കമ്പനി. ലോകത്തെ ഏറ്റവും വലിയ കൺസൾട്ടൻസി കമ്പനികളിൽ ഒന്ന് PwC എങ്ങനെയാണ് നിയമനം നടത്തിയത്? PwC നിയമനം നടത്തിയത് ശിവശങ്കർ പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞു. ശിവശങ്കർ എന്തുകൊണ്ടാണ് പറഞ്ഞത്? ശിവശങ്കർ പറയാൻ കാരണം, ഈ പിണറായി വിജയന്റെ മകൾ നടത്തുന്ന എല്ലാ ബിസിനസ് ഇടപാടുകൾക്കും PR പോലെ വർക്ക് ചെയ്യാൻ എഫിഷ്യന്റ് ആയ ഒരു സ്ത്രീയെ ആവശ്യമുണ്ട്, അവരെ സെക്രട്ടേറിയറ്റിൽ നിയമിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് സ്വപ്ന സുരേഷ് സെക്രട്ടേറിയറ്റിൽ നിയമിക്കപ്പെട്ടത്. PwC എങ്ങനെയാണ് കടന്നു വന്നത്? PwCയും വീണ വിജയനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഞാൻ ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ല. ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ പാർട്ടി ക്ലാസ്സുകളിൽ, പ്രത്യയശാസ്ത്ര ക്ലാസ്സുകളിൽ, പാർട്ടി പൊതുയോഗങ്ങളിൽ നിരന്തരമായി പ്രസംഗിക്കുന്നതാണ്. കമ്മ്യൂണിസം എന്ന് പറയുന്നത് ബഹുരാഷ്ട്ര കുത്തകകൾക്കെതിരാണ്, സാമ്പത്തിക സാമ്രാജ്യത്വ ശക്തികൾക്കെതിരാണ്. എന്നാൽ ലോകത്തെ ഏറ്റവും വലിയ കൺസൾട്ടൻസി PwC ആണ് എന്നിരിക്കെ, നിങ്ങൾ അധികാരത്തിലിരിക്കുമ്പോൾ, ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി കേരളത്തിന്റെ അധികാരത്തിലിരിക്കുമ്പോൾ, കേരള സർക്കാരിന്റെ എല്ലാ കൺസൾട്ടൻസികളും ഒരു കമ്പനിക്ക് മാത്രം കിട്ടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായപ്പോ ആ PwC കമ്പനിയോടൊപ്പം മത്സരിച്ച മറ്റ് കമ്പനിക്കാരാണ് പറഞ്ഞത് PwCക്ക് കേരളത്തിൽ പ്രത്യേക പരിഗണനയാണ് എന്ന്. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് കാണുന്നത് വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിന്റെ വെബ്സൈറ്റിൽ മറ്റാരും പറഞ്ഞതല്ല, മുഖ്യമന്ത്രിയുടെ മകൾ തന്നെ എഴുതിയതാണ്. ജയ്ക് ബാലകുമാർ എന്ന് പറയുന്ന PwCയുടെ ഡയറക്ടർ എനിക്ക് മെന്ററെ പോലെയാണത്രേ, എനിക്ക് വഴികാട്ടിയാണ്, എന്നെ എൻ്റെ ബിസിനസ്സിൽ കൈപിടിച്ച് വഴികാട്ടി നടത്തുന്നവനാണ്, എൻ്റെ ഉയർച്ചയ്ക്ക് പിന്നിൽ എനിക്ക് എല്ലാ ഉപദേശ നിർദ്ദേശങ്ങളും തരുന്നത് ഈ ജയ്ക് ബാലകുമാറാണ് എന്ന് പറഞ്ഞത് സാക്ഷാൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനായിരുന്നു. ഞാൻ ഈ കാര്യം നിയമസഭയിൽ ചൂണ്ടിക്കാട്ടി. എനിക്ക് പിന്നാലെ 1 അല്ല 2 അല്ല 9 കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പ്രസംഗിച്ചു. അവർക്കാർക്കും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുള്ളതായി, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അവിവേകമുള്ളതായി, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മോശമായിട്ടുള്ളതായി അവർക്കാർക്കും തോന്നിയില്ല. പിന്നീട് മുഖ്യമന്ത്രിയുടെ അതിദീർഘമായ മറുപടി വരികയാണ്. അദ്ദേഹം സുദീർഘമായി സംസാരിച്ചു. അതിൻ്റെ ഒടുക്കം വന്നപ്പോ മുഖ്യമന്ത്രി എൻ്റെ പേരെടുത്ത് പെട്ടെന്ന് അപ്രതീക്ഷിതമായി പറയുകയാണ്, മാത്യു കുഴൽനാടൻ. എന്തും അങ്ങ് തട്ടിക്കളയാമെന്നാണ് അദ്ദേഹത്തിന്റെ വിചാരം. മകളെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ അങ്ങ് കിടുങ്ങിപ്പോകുമെന്ന് വിചാരിച്ചു. അദ്ദേഹം പറഞ്ഞത് മുഴുവൻ അസംബന്ധമാണ് എന്ന് പറഞ്ഞ് എനിക്കെതിരെ ആക്രോശം നടത്തുകയാണ് മുഖ്യമന്ത്രി. സ്വാഭാവികമായിട്ടും ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട് വന്ന എനിക്കെതിരെ ആക്ഷേപം പറയുമ്പോൾ എന്നെ തിരഞ്ഞെടുത്തയച്ച ജനത്തെ ആക്ഷേപിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അവരുടെ മാനം ചോദ്യം ചെയ്യപ്പെടരുത് എന്നതുകൊണ്ട് ഞാൻ മുഖ്യമന്ത്രിയോട് മറുപടി പറയാൻ ഒരു അവസരം ചോദിച്ചു. മുഖ്യമന്ത്രി പറഞ്ഞു, അസംബന്ധം പറഞ്ഞിട്ട് വീണ്ടും അസംബന്ധം പറയാനാണോ? അവസരമില്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, അന്ന് തന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞത്, ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും കടുക് മണിയോളം ഞാൻ പിന്നോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകൾ ഒരു കാലത്തും ഒരു സമയത്തും അങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടില്ല.
ജയ്ക്ക് ബാലകുമാർ മെന്ററാണെന്ന് പറഞ്ഞിട്ടില്ല എന്ന് നിയമസഭയിൽ അദ്ദേഹം പ്രസ്താവിക്കുകയാണ്. പിറ്റേ ദിവസമാണ് ദൈവം എനിക്കൊരു അവസരം തന്നത്. ഇന്നത്തെ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ പ്രകാരം വീണ വിജയൻ നേരത്തെ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ. ആക്ഷേപങ്ങൾ ഉയർന്നു വന്നപ്പോ ആ വെബ്സൈറ്റ് ഡൗൺ ആവുകയും ആർക്കും ആ വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിവിശേഷം ഉണ്ടായി. പിന്നീട് ഏതാണ്ട് 1.5 മാസങ്ങൾക്ക് ശേഷം ആ വെബ്സൈറ്റ് മടങ്ങി വന്നപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പരാമർശം അതിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടിരുന്നു. ജയ്ക്ക് ബാലകുമാറിനെ കുറിച്ചുള്ള പരാമർശം നീക്കം ചെയ്യപ്പെട്ടിരുന്നു. ആ ധൈര്യത്തിലാണ് മുഖ്യമന്ത്രി അന്നങ്ങനെ പറഞ്ഞത്. എന്നാൽ ഇന്നത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യ പ്രകാരം ഗൂഗിൾ ഡംപിന്റെ സഹായത്തോടുകൂടി മുൻകാലങ്ങളിൽ വെബ്സൈറ്റിൽ കുറിച്ചത് നമ്മൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നതുകൊണ്ട് വീണ വിജയൻ പറഞ്ഞ അതേ സാധനം കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് പിണറായി വിജയന് വേണ്ടി ഞാൻ വായിച്ചു കേൾപ്പിച്ചു. ആസ് എ ഫൗണ്ടർ ജയ്ക്ക് ബാലകുമാർ വാസ് എ മെന്റർ ഫോർ മീ എന്ന് വീണ വിജയൻ പറഞ്ഞത് ഞാൻ പറഞ്ഞപ്പോ അതിന് പിന്നീട് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല. ഞാൻ അവകാശ ലംഘനത്തിന് ഞാൻ ആദ്യം നൽകിയ നോട്ടീസ് മുഖ്യമന്ത്രിക്കെതിരെ ആയിരുന്നു. അതിനും അദ്ദേഹം മറുപടി പറഞ്ഞില്ല. പിന്നീട് പല ആവർത്തി ഞങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടേണ്ട സ്ഥിതിവിശേഷമുണ്ടായി. ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. ഏറ്റവും ഒടുവിലായി ഉണ്ടായത് മാസപ്പടി വിഷയവുമായി ബന്ധപ്പെട്ട പരാമർശമാണ്. അദ്ദേഹത്തെ ചൊടിപ്പിച്ചതും അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയുടെ ശൈലി എന്ന് പറയുന്നത് എന്തിനേയും ഭയപ്പെടുത്തിയിരുത്താം എന്നുള്ളതാണ്. അന്ന് ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ പരാമർശത്തിലേക്ക് വരുന്നതിന് മുമ്പേ മുഖ്യമന്ത്രി മന്ത്രിമാരുടെ വശത്തേക്ക് നോക്കുമ്പോൾ ഞാൻ കാണുന്നത് ഒന്നിന് പിറകെ ഒന്നായി മന്ത്രിമാരടക്കം എഴുന്നേൽക്കുകയാണ്. എല്ലാവരും ചേർന്ന് എൻ്റെ പ്രസംഗത്തെ തടസ്സപ്പെടുത്തുകയാണ്, സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. സ്പീക്കർ അടക്കമുള്ളവർ നിയമസഭയിൽ സംസാരിക്കാൻ അനുവദിക്കാതെ ഈ വിഷയം പരാമർശിക്കപ്പെടരുതെന്ന് എന്ന് CPM-ഉം മുഖ്യമന്ത്രിയും ഒരുപക്ഷെ മന്ത്രിമാരും ആഗ്രഹിച്ചിട്ടുണ്ടാകും. പക്ഷെ ഞാൻ അവിടെ നിന്ന് അതിൻ്റെ അകത്തുണ്ടായിരുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായും ശക്തമായും നിയമസഭയിൽ വായിച്ചു. എന്നാൽ എൻ്റെ പ്രസംഗം പൂർത്തീകരിക്കാൻ അവർ അനുവദിച്ചില്ല. അങ്ങനെയാണ് ഞങ്ങൾ നിയമസഭ വിട്ട് പുറത്തേക്ക് വരേണ്ടി വന്നതും പിറ്റേന്ന് പത്രസമ്മേളനം നടത്തി ഈ കാര്യങ്ങൾ പറയേണ്ടിയും വന്നത്. അതിന് മറുപടിയായി പിണറായി വിജയൻ പറഞ്ഞത് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ പരാമർശത്തിലുള്ള PV ഞാനല്ല എന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ പിണറായി വിജയൻ പറയുകയാണ്. എത്രയോ PVമാരുണ്ടാകാം, അതാരൊക്കെയാകാം, അത് ഞാനല്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി. നിങ്ങൾ ഓർക്കണം, കേരളത്തെ നയിക്കുന്ന മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് ഇതുപോലെ പച്ചയായ കള്ളം പറയേണ്ട ഗതികേടിലേക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി അധപ്പതിച്ചിരിക്കുകയാണ്. PV ഞാനല്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു, PV താങ്കളല്ല എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഞാൻ എൻ്റെ MLA സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണ് എന്ന്. അതിനും മറുപടി ഉണ്ടായില്ല. എന്നാൽ ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസമാണ് പിണറായി വിജയന് ഹൈക്കോടതിയുടെ നോട്ടീസ് അയച്ചത്. എങ്ങനെയാണ് പിണറായി വിജയന് നോട്ടീസ് അയച്ചത്? പിണറായി വിജയന് നോട്ടീസ് അയക്കാൻ കാരണം ഹൈക്കോടതി മുമ്പാകെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഏകരേഖ എന്ന് പറയുന്നത് ആദായ നികുതി ബോർഡിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയ ഉത്തരവും അവരുടെ ഫൈൻഡിങ്സുമാണ്. ആ ഫൈൻഡിങ്സിൽ PV എന്നാൽ പിണറായി വിജയൻ എന്നും 1,72,00,000 രൂപ ഒരു സേവനവും നൽകാതെ കരിമണൽ കമ്പനിയിൽ നിന്നും വാങ്ങിയത് വീണ വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ഭരണസാരഥ്യത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന പ്രോമിനന്റായ പൊളിറ്റീഷ്യന്റെ മകളാണെന്നുമുള്ള പരാമർശമുണ്ടായിരുന്നു. അതുകൊണ്ട് ഹൈക്കോടതിയുടെ ജഡ്ജിക്ക് ഒരു സംശയവും ഉണ്ടായില്ല. അതുകൊണ്ടാണ് അദ്ദേഹം PV പിണറായി വിജയനാണെന്നുള്ള പ്രഥമദൃഷ്ടിയുള്ള ബോധ്യത്തിൽ, അല്ലെങ്കിൽ ഉത്തമ ബോധ്യത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചത്. ഇനി ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, PV പിണറായി വിജയനല്ല എന്നൊരിക്കൽ കൂടി കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ള ആർജവം നിങ്ങൾക്കുണ്ടോ, ഇച്ഛാശക്തി നിങ്ങൾക്കുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. എന്നാൽ നമ്മളെല്ലാവരും അന്വേഷിക്കുന്ന ഒരു കാര്യമുണ്ട്. മാസപ്പടി എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ചോദിക്കുന്നത്, മാസപ്പടിക്ക് വേണ്ടി എന്ത് സേവനമാണ് നൽകിയത്? ഒരു സേവനവും നൽകിയിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്തിനാണ് മാസപ്പടി? മാസപ്പടി എന്ന് പറയുന്നത് 1,72,00,000 രൂപയാണ് എന്നാവും നിങ്ങൾ കരുതിയിരിക്കുന്നത്. 1,72,00,000 എന്ന് പറയുന്നത് അന്നത്തെ ആദായ നികുതി ബോർഡ് പരിശോധിച്ച ഒരു കാലഘട്ടത്തിലെ മാത്രം പൈസയെ കുറിച്ചാണ്. വീണ വിജയൻ കരിമണൽ കമ്പനിയിൽ നിന്ന് വാങ്ങിയത് 1,72,00,000 രൂപയല്ല, 3 കോടിയിലേറെ രൂപ മാസപ്പടിയായി മാത്രം വീണ വിജയൻ കൈപ്പറ്റി. അതാണോ മുഖ്യം? അതല്ല മുഖ്യം. മാസപ്പടി എന്ന് പറയുന്നത് വീണ വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകൾ കരിമണൽ കർത്തായിൽ നിന്നും 3 കോടിയിലേറെ കൈപ്പറ്റിയെങ്കിൽ
പിണറായി വിജയൻ കൈപ്പറ്റിയതിനെ കുറിച്ച് ആ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ ഒരു പരാമർശമുണ്ട്. അതെന്താണ് നിങ്ങൾക്കറിയോ? അദ്ദേഹം വിവിധ ആളുകൾക്കായി കൊടുത്ത സംഭാവന എഴുതി വെച്ചിരിക്കുന്നത് 90 കോടി രൂപയാണ്. അതിന്റെ തൊട്ടു താഴെ ഒരു പരാമർശം ഒരു വരിയിലുണ്ട്. ഈ 90 കോടിയിൽ മുഖ്യ പങ്ക് നൽകിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിലുണ്ട്. അതുകൊണ്ട് കരിമണൽ കമ്പനിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾ മാത്രം വാങ്ങിയതാണ് കരിമണലിന്റെ പണമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. കോടാനുകോടി രൂപ കേരളത്തെ ഞെട്ടിക്കുന്ന, കേരളം അമ്പരന്നു പോകുന്ന, കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വലിയ കോഴയാണ് കരിമണൽ കർത്തായിൽ നിന്നും പിണറായി വിജയനും കുടുംബവും കൈപ്പറ്റിയിരിക്കുന്നത്. ഇന്ന് യൂത്ത് ലീഗിന്റെ ഈ മാർച്ചിന്റെ വേദിയിൽ വെച്ചുകൊണ്ട് അഭിമാനത്തോടു കൂടി ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നാളത്തെ ദിവസം 6 മണി വൈകിട്ട് സമയത്ത് ഈ കരിമണൽ കർത്തായുമായി ബന്ധപ്പെട്ട, കരിമണൽ അഴിമതിയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ ഞാൻ നാളെ സമർപ്പിക്കുന്നതാണ് എന്ന് പറയാൻ ഞാൻ ഈ സമയം വിനിയോഗിക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ എനിക്ക് ബോധ്യമുണ്ട്. ഞാനൊരു MLA ആയിരുന്നു കൊണ്ട് MLA സ്ഥാനം അലങ്കരിച്ചുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ആക്ഷേപങ്ങൾ പറഞ്ഞതെങ്കിൽ, ഞാൻ MLA ആയിരുന്നു കൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിജിലൻസിൽ പരാതി നൽകിയത് എങ്കിൽ, ആ പറഞ്ഞ കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് വിശദീകരിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, എന്റെ ഉത്തമമായ ബോധ്യങ്ങൾ ഫാക്ടിന്റെ അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ പിൻബലത്തോടു കൂടി നാളെ വൈകിട്ട് 6 മണിക്ക് ഈ കേരളത്തിലെ ജനങ്ങളോട് യഥാർത്ഥത്തിൽ എന്താണ് മാസപ്പടിയുടെ അകംപുറവും കാണിക്കുന്ന യഥാർത്ഥ വസ്തുതകൾ നാളെ പുറത്തുവിടുന്നതാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കേരളം വലിയ അഴിമതിയുടെ പിടിയിൽപ്പെട്ടിരിക്കുകയാണ്. അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ് ഈ സർക്കാരിന്റെ മുഖമുദ്ര. അതുമാത്രമാണോ ഇന്ന് പിണറായി വിജയൻ ഒരുപക്ഷെ അടുത്ത ഭരണം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തന്ത്രവും കുതന്ത്രവും പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത കാലത്തായി പിണറായി വിജയന് മുസ്ലിം കമ്മ്യൂണിറ്റിയോട് ഭയങ്കര സ്നേഹമാണ്. മുസ്ലിം ലീഗിനോട് വലിയ സ്നേഹമാണ്. മുസ്ലിം ലീഗിനെയും മുസ്ലിം കമ്മ്യൂണിറ്റിയെയും എക്കാലത്തും ആക്ഷേപിച്ചിട്ടുള്ളതാണ് CPM-ന്റെ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്? പച്ചയായ വർഗീയത, പച്ചയായ ആക്ഷേപം. ഒരു കുട്ടി അധ്വാനിച്ച് റാങ്ക് മേടിച്ചാൽ അവരെ പോലും ആക്ഷേപിക്കുന്ന തലത്തിലേക്ക് വർഗീയത പറഞ്ഞിരുന്ന പിണറായി വിജയന്റെ ഇന്നത്തെ സ്നേഹം ആട്ടുംതോലിട്ട ചെന്നായിന്റെ സ്നേഹമാണ് എന്ന് ഇവിടുത്തെ പ്രിയങ്കരായിട്ടുള്ള മുസ്ലിം സഹോദരന്മാർ തിരിച്ചറിയണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇത് അപകടകരമായ ഒരു കളിയാണ്. ഇത് അങ്ങേയറ്റം അപകടകരമായ രാഷ്ട്രീയമാണ്. ഇന്ന് കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയം എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കണം. കേരളത്തിൽ ഒരേ പ്രത്യയശാസ്ത്രത്തിലൂന്നി 2 രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ 2 രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തിക്കുന്നത് കേരളത്തിന്റെ സമൂഹത്തില് വിദ്വേഷത്തിന്റെ രാഷ്ട്രീയമാണ്. ഈ യൂത്ത് ലീഗിന്റെ മാർച്ചിന്റെ മുദ്രാവാക്യമായി നിങ്ങൾ ഉയർത്തിയിട്ടുള്ള വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം, അത് 2 രാഷ്ട്രീയ പാർട്ടികൾ ഒന്നുപോലെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഘപരിവാറിന്റെ, BJP-യുടെ, RSSന്റെ നേതൃത്വത്തിൽ ഈ സമൂഹത്തിൽ വിദ്വേഷം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് പരിശ്രമിക്കുന്നു. അതുപോലെ തന്നെ ആ വിദ്വേഷത്തിന് എരിയും പുളിയും പകർന്ന്, ആ വിദ്വേഷത്തിന് ഇന്ധനം പകർന്ന് ചെന്നായെ പോലെ പിന്നിൽ കാത്തിരിക്കുന്ന ഒരു പ്രസ്ഥാനമുണ്ട്. അത് CPM എന്ന പാർട്ടിയാണ് എന്ന് നിങ്ങൾ വിസ്മരിക്കരുത്. ആ വിദ്വേഷം ആരൊക്കെ തമ്മിൽ ഉണ്ടാകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്? അവർ ആഗ്രഹിക്കുന്നത് ക്രൈസ്തവ മുസ്ലിം സഹോദരന്മാർ തമ്മിൽ വിദ്വേഷം ഉണ്ടാകണമെന്ന് ഒന്നുപോലെ ഈ കേരളത്തിൽ RSSും സംഘപരിവാറും അതുപോലെ തന്നെ CPM-ഉം ആഗ്രഹിക്കുകയാണ്. ഒളിയമ്പുകൾ എയ്യുന്നത് എവിടെയാണ് കൊള്ളുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. നിർഭാഗ്യവശാൽ രാഷ്ട്രീയം നമ്മൾ പറയാൻ മടിച്ചിട്ട് കാര്യമില്ല. ഇതുപോലുള്ള ജാഥകളിൽ, ഇതുപോലുള്ള പൊതുയോഗങ്ങളിൽ, ഇതുപോലുള്ള രാഷ്ട്രീയ മുന്നേറ്റങ്ങളിൽ പച്ചയായ രാഷ്ട്രീയം ഈ നാട്ടിലെ ജനങ്ങളോട് തുറന്നു പറയാൻ നമ്മൾ തയ്യാറാകണം. ഒളിഞ്ഞും തെളിഞ്ഞും എയ്യുന്ന ഒളിയമ്പുകൾ ചെന്ന് പതിക്കുന്നത് ഈ സമൂഹത്തിന്റെ ഐക്യത്തിന് മേലാണ്. ഒരുപക്ഷെ എക്കാലത്തും മതസൗഹാർദ്ദത്തിലും സ്നേഹത്തിലും സാഹോദര്യത്തിലും കഴിഞ്ഞിരുന്ന 2 സമുദായങ്ങളാണ് മുസ്ലിം സഹോദരന്മാരും ക്രൈസ്തവ സഹോദരന്മാരും, അവരോടൊപ്പം മതേതര വിശ്വാസികളായ ഹൈന്ദവ സഹോദരന്മാരും. കേരളത്തെ നമ്മൾ എക്കാലത്തും BJP-യെ കേരളത്തിന് പുറത്ത് നിർത്തിയിട്ടുള്ളത്, RSSനെ കേരളത്തിന് പുറത്ത് നിർത്തിയിട്ടുള്ളത്. എപ്പോഴൊക്കെ നമ്മൾ സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും കേരളത്തിന്റെ സമൂഹം മുന്നോട്ട് പോയിട്ടുണ്ടോ അപ്പോഴൊന്നും അവർക്ക് ഈ മണ്ണിൽ കാലുകുത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ന് പിണറായി വിജയൻ ഭയക്കുന്നത് അധികാരം നഷ്ടപ്പെട്ടാൽ,
അധികാരം നഷ്ടപ്പെട്ട് മറ്റൊരു സർക്കാർ അധികാരത്തിൽ വന്ന് ആണത്തമുള്ള തന്റെ ഇടമുള്ള ആർജവുമുള്ള ഒരു ആഭ്യന്തരമന്ത്രി ഈ കേരളത്തിലുണ്ടായാൽ ഞാനും എന്റെ കുടുംബവും അഴിയെണ്ണേണ്ടി വരുമെന്ന് തിരിച്ചറിയുന്ന ഏറ്റവും വലിയ ഒന്നാമത്തെയാൾ സാക്ഷാൽ പിണറായി വിജയനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞപ്പോൾ ആർക്കും തോന്നാതിരുന്ന ഒരു കാര്യം, പിണറായി വിജയൻ ചോദിച്ചു, മകളെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ അങ്ങ് കിടുങ്ങിപ്പോകുമെന്ന് കരുതിയോ എന്ന്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഈ കരിമണലുമായി ബന്ധപ്പെട്ടും മറ്റു കാര്യങ്ങളുമെല്ലാം പരിശോധിച്ചപ്പോ മകളുടെ പേര് പരാമർശിച്ചാൽ ഏറ്റവും കൂടുതൽ കിടുങ്ങുന്നത് സാക്ഷാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. കാരണം അദ്ദേഹത്തിന് അറിയാം ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിന് അറിയാം ചെയ്തിട്ടുള്ള വലിയ കൊള്ള, വലിയ അഴിമതി. മറ്റൊരു ഭരണത്തെ അദ്ദേഹം ഭയപ്പെടുകയാണ്. മറ്റൊരു ഭരണത്തെ ഭയപ്പെടാൻ കാരണം, മറ്റൊരു ഭരണം വന്നാൽ താനും തന്റെ കുടുംബവും ജയിലറയ്ക്കകത്താകുമോ എന്ന് ഭയന്നിട്ട് ഇന്നുവരെ CPM എന്ന പാർട്ടി, ഇടതുപക്ഷ പാർട്ടികൾ സഞ്ചരിച്ചിട്ടില്ലാത്ത പാതയിലൂടെ അദ്ദേഹം CPM-നെ കൊണ്ടുപോവുകയാണ്. ചോദ്യം ചെയ്യാൻ അവിടെ ആരുമില്ല. അദ്ദേഹത്തിന്റെ മുസ്ലിം പ്രീണനം അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയോട് കാണിക്കുന്ന ഈ സ്നേഹം മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല. മുസ്ലിം ലീഗിനോട് ആവർത്തിച്ച് പറയുന്ന ഈ കാര്യം അധികാരം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു വട്ടം കൂടി അധികാരത്തിൽ വരാനുള്ള വെപ്രാളമാണ്. അതോടൊപ്പം തന്നെ CPM എന്ന പാർട്ടിയും ഇടതുപക്ഷവും ഈ സമൂഹത്തില് ക്രൈസ്തവ മുസ്ലിം സഹോദരന്മാർ തമ്മിലുള്ള അകലത്തെ വർദ്ധിപ്പിക്കാൻ പരിശ്രമിക്കുന്നവരാണ്. ഐക്യത്തിന്റെ ഒരു സന്ദേശവും അവർ പറയുന്നില്ല. എന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ മുഹൂർത്തം ഞാൻ നിങ്ങളോട് പറയാം. ഒരുപാട് പ്രക്ഷോഭ വേദികളിൽ, ഒരുപാട് വലിയ വേദികളിൽ പ്രസംഗിക്കാനും, ഒരുപാട് രാഷ്ട്രീയ സമരങ്ങൾക്ക് മുമ്പിൽ നിൽക്കാനും, ഒരുപാട് വിദ്യാർത്ഥി യുവജന പോരാട്ടങ്ങളിൽ മുന്നിൽ നിന്ന് നയിക്കാനും അവസരം ലഭിച്ചിട്ടുണ്ടെങ്കിലും എന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ മുഹൂർത്തം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് പൗരത്വ ഭേദഗതിയുടെ പേരിൽ സംഘപരിവാറും RSSും BJPയും നരേന്ദ്രമോദിയും ചേർന്ന് ഈ രാജ്യത്തെ സാമാന്യം വരുന്ന ഇസ്ലാം മതവിശ്വാസികളെ, മുസ്ലിം സഹോദരന്മാരെ വേട്ടയാടാൻ തുനിഞ്ഞപ്പോ അന്ന് ഞാൻ MLA ആയിട്ടില്ല. അന്ന് ഞാനൊരു സാധാരണ പ്രൊഫഷണൽ കോൺഗ്രസിന്റെ നേതാവായിരിക്കുമ്പോൾ എൻ്റെ നാട്ടിൽ ഞാനൊരു മാർച്ച് നടത്താൻ ആഗ്രഹിച്ചു. സെക്യുലർ മാർച്ച് എന്ന പേരിൽ മതേതര വിശ്വാസികളെ നയിച്ചുകൊണ്ട് പൗരത്വ ഭേദഗതിക്കെതിരെ ഈ സംസ്ഥാനത്ത് നടന്ന ആദ്യത്തെ മാർച്ച് നടത്താൻ തീരുമാനിച്ചപ്പോ എനിക്ക് ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുന്ന, എനിക്ക് ഏറ്റവും അടുപ്പമുള്ള, എനിക്ക് സഹോദര സ്ഥാനീയരായിട്ടുള്ള രണ്ടുപേരെയാണ് ഞാൻ ആദ്യം വിളിച്ചത്. ആദ്യം പ്രിയങ്കരനായിരുന്ന അന്നത്തെ യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് മുനവർ അലി ശിഹാബ് തങ്ങളെ വിളിച്ചു. അതിന് പിന്നാലെ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന എന്റെ പ്രിയ സഹോദരൻ PK ഫിറോസിനെ വിളിച്ചു. അവർ രണ്ടുപേരും വിളിച്ച സമയത്ത് തന്നെ വരാമെന്ന് പറഞ്ഞെന്ന് മാത്രമല്ല, അവർ ആ ജാഥയ്ക്ക് വരുമ്പോ നിങ്ങൾ ചോദിക്കണം, എന്റെ രാഷ്ട്രീയ വലിപ്പം കൊണ്ടല്ല, എന്റെ പ്രഭാഷണം കേൾക്കാനല്ല, എന്റെ ശക്തി കൊണ്ടല്ല, എന്റെ പ്രസ്ഥാനത്തിന്റെ ശക്തി കൊണ്ടല്ല ആ സെക്യുലർ മാർച്ചിൽ അണിനിരുന്നത് പതിനായിരങ്ങളായിരുന്നു. മൂവാറ്റുപുഴയിൽ നിന്നും ഇന്ന് നിങ്ങൾ കടന്നു വന്നതുപോലെ 15 കിലോമീറ്റർ ആ ജാഥ നയിച്ച് ഞങ്ങൾ കടഞ്ഞു തന്നെ ചെന്നത് ഞങ്ങളുടെയൊക്കെ പുണ്യഭൂമി എന്ന് ഞങ്ങൾ പറയുന്ന, ഞങ്ങൾ വിശ്വാസത്തെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന എൽദോമാർ ബസോലിയോസ് ബാവായുടെ പുണ്യപാദസ്പർശമേറ്റ് പുണ്യപുളകിതമായ എൽദോമാർ ബസോലിയോസ് ബാവായുടെ പള്ളി അങ്കണത്തിലേക്കാണ് കടന്നു വന്നത്. ആ സമയം എന്ന് പറയുന്നത് ഈ നിങ്ങളുടെ വൈകുന്നേരത്തെ നിസ്കാരത്തിന്റെ ബാങ്ക് വിളിച്ച സമയമായിരുന്നു. ആ സമയത്ത് അന്ന് ബാങ്ക് വിളിച്ച് ആ ജാഥയിൽ കടന്നു വന്നത് ആയിരക്കണക്കിന് മുസ്ലിം സഹോദരന്മാരാണ് ആ ജാഥയിൽ ഉണ്ടായിരുന്നത്. അഭിമാനത്തോടു കൂടി ഞാൻ പറയട്ടെ, ആ പള്ളിയുടെ അങ്കണത്തിൽ പച്ച പരവതാനി വിരിച്ച് മുനവർ അലി ശിഹാബ് തങ്ങൾക്ക് ആദ്യമായി ഒതുവെടുക്കാൻ ഒരിറ്റു വെള്ളം ചാർത്തിക്കൊടുത്തത് ആ പള്ളിയുടെ വികാരിയായിരുന്ന എൽദോസ് അച്ഛനായിരുന്നു എന്ന് പറയുമ്പോൾ എന്റെ ജീവിതത്തിലെ രാഷ്ട്രീയത്തിലെ ഏറ്റവും സുഹൃതം ചെയ്ത മുഹൂർത്തമായിരുന്നു അത്. അതാണ് ഈ നാടിന്റെ സംസ്കാരം, അതാണ് ഈ നാടിന്റെ ചരിത്രം എന്ന് പറയുന്നത്, അതാണ് ഈ നാട് ആഗ്രഹിക്കുന്നത്. ഇന്ന് മുസ്ലിം ക്രൈസ്തവ സഹോദരന്മാർ തമ്മിൽ അറിഞ്ഞും അറിയാതെയോ എവിടെയെങ്കിലും അകൽച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ഇഴചേർക്കേണ്ടത്, അത് തുന്നിച്ചേർക്കേണ്ടത് എന്റെയും നിങ്ങളുടെയും കടമയാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അധികാരം പിടിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് വേണ്ടിയിട്ടല്ല. കേരളം എന്ന ഈ സംസ്ഥാനത്തെ എക്കാലവും മതേതര സ്ഥാനമായി, മതേതരത്തിന്റെ ഏറ്റവും വലിയ ഈറ്റില്ലമായി, മതേതരത്തിന്റെ സമൂഹമായി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ യൂത്ത് ലീഗിന്റെ ജാഥയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പരിപാടികളും ഒന്നിച്ച് കൈകോർത്ത് നമ്മൾ പരിശ്രമിക്കേണ്ടത് ഈ സമൂഹത്തിന്റെ മതേതരത്വത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അത് കഴിയുന്നത് നമുക്കാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്.
അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഏതറ്റം വരെ പോയാണെങ്കിലും ഈ രാഷ്ട്രീയത്തെ നമ്മൾ ചേർത്ത് പിടിക്കണം. അത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് 4 വരികളാണ്. വളരെ ഹൃദ്യമായി പലപ്പോഴും പാടിയിട്ടുള്ള 4 വരികൾ. കൂട്ടുകാരി നമ്മൾ ചേർത്ത കൈയഴിയാതെ, ചേർന്ന ഹൃത്താളഗതി ഊർന്നു പോവാതെ, മിഴിവഴുതി വീഴാതിരുൾക്കയം ചൂഴാതെ, പാർത്തിരിക്കേണം ഇനി നാം തനിച്ചല്ലോ. കൂട്ടുകാരി നമ്മൾ കോർത്ത കൈയഴിയാതെ, ചേർന്ന ഹൃത്താളഗതി ഊർന്നു പോവാതെ, മിഴിവഴുതി വീഴാതിരുൾക്കയം ചൂഴാതെ, പാർത്തിരിക്കേണം ഇനി നാം തനിച്ചല്ലോ. ശരിയാണ്, നാം തനിച്ചാണ്. ഈ രാജ്യത്ത് മതേതരത്വത്തിന് വേണ്ടി പോരാടാൻ നമ്മൾ തനിച്ചാണ്. ആ തിരിച്ചറിവ് നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാകണം. ആ തനിച്ചാകുമ്പോഴും കോർത്ത കൈയഴിയാതെ, ചേർന്ന ഹൃത്താള ഗതി ഊർന്നു പോവാതെ, മിഴി വഴുതി വീഴാതെ, ആ കനൽ ആ വിളക്ക് കെട്ടുപോകാതെ, മതേതരത്വത്തിന്റെ ആ നാളമണയാതെ ഞാനും നിങ്ങളും കൈകോർത്ത് പിടിച്ച് കണ്ണുകൾ ചിമ്മാതെ കാത്തിരുന്ന് അതിനെ സംരക്ഷിക്കാൻ വേണ്ടി മതേതരത്വത്തിന്റെ പോരാട്ടത്തിൽ ഒന്നിച്ച് കൈകോർത്ത് മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് യൂത്ത് ലീഗിന്റെ ഐതിഹാസികമായ ഈ ജാഥയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും വിജയവും നന്മയും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.